ഹലോ ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് അഗൈൻ. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസും ആൻഡ് സ്റ്റോക്സ് ടു വാച്ച്, നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ഏതൊക്കെയാണ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇന്ന് ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. മേ ബി ഒരു വോളറ്റിലിറ്റി നമുക്ക് ഒരു എന്താ പറയുക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിന്ന് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഡോ ജോൺസ് ഫ്യൂച്ചർ ആൻഡ് S&P 500 നാസ്ഡാക്ക് US മാർക്കറ്റ്സിൽ വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഏകദേശം ഉണ്ടായ ട്രെൻഡാണ്. ഒരു സൂപ്പർ ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്കൊന്നും മാർക്കറ്റ് എത്തിയിട്ടില്ല. സെല്ലിംഗ് പ്രഷറാണ് നാസ്ഡാക്കിലും S&P 500 നമുക്ക് കാണുന്ന. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇത്തിരി നെഗറ്റീവാണ്, ബട്ട് അതിൽ കാര്യമില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ് ട്രേഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷകൾ US മാർക്കറ്റ്സ് നിലവിലില്ല. മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് ആയ ശേഷം, US മാർക്കറ്റ്സ് ഒന്ന് അപ്സൈഡ് ആയ ശേഷം മാത്രമേ ഗ്ലോബൽ മാർക്കറ്റിൽ അതിന് ഒരു റിസംബ്ലൻസ് നമുക്കിവിടെ കാണാൻ കഴിയത്തുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം നെഗറ്റീവ് ട്രേഡിങ്ങിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഓൾസോ ട്രേഡിങ് ഇൻ 100 points ഗ്യാപ്പ് ഡൗൺ. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പോലും ട്രേഡ് ചെയ്യുന്നത് 100 points ഡൗൺ ആയിട്ടാണ്. നമുക്ക് നിഫ്റ്റിയിൽ ഒരു 100 points ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ 30 to 50 points ഗ്യാപ്പ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ് നെഗറ്റീവിലാണ്. ടോട്ടലി ഗ്ലോബൽ മാർക്കറ്റ്സിൽ എല്ലാം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡ് വിസിബിൾ ആണ്. അപ്പോൾ ബ്രെന്റ് ക്രൂഡ് ലൈറ്റ്ലി അപ്പാണെങ്കിൽ പോലും ഗോൾഡും ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ കുറച്ച് മേ ബി ഒരു ചെറിയ സെല്ലിംഗ് പ്രഷറിന് ശേഷം മാത്രമേ റിക്കവറി ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ആൻഡ് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഒരു 1% to 1.5% മൂവ്മെൻറ്റ് ഉണ്ട്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും. ആൻഡ് നിഫ്റ്റി മോസ്റ്റ്ലി ബുള്ളിഷ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഞാനിവിടെ കാണുന്നുണ്ട്. കാരണം സ്ട്രക്ചർ ബേസ് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു ബേസിൽ നിന്ന് മോസ്റ്റ്ലി 6% അപ്പ് പോയി. അതിനുശേഷം ഒരു എന്താ പറയുക ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഹയർ ഹൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഞാൻ കാണുകയാണ്. ആൻഡ് മാർക്കറ്റിന് ഒരു ഫസ്റ്റ് ഘട്ടം എന്ന നിലയിൽ ഇന്ന് ഒരു ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫസ്റ്റ് ഘട്ടം എന്ന നിലയിൽ നമുക്കൊരു മാർക്കറ്റിന് ഒരു ഡൗൺ സൈഡ് വന്നാൽ ഏത് ഭാഗത്ത് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി നിൽക്കാനാണ് പോസിബിലിറ്റി എന്നുള്ള കാര്യം ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ, സ്മോൾ ട്രെൻഡ് ലൈൻ ഫോർമേഷൻ മേ ബി ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ആ ഗ്യാപ്പ് അപ്പ് ഏരിയയാണ്. ഒന്നെങ്കിൽ ഈ ഒരു ലോയിൽ മാർക്കറ്റ് ബയേഴ്സിൻ്റെ കൺട്രോളിലാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 25,800 എന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് അപ്സൈഡ് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ കഴിയുക, 25,690 എന്നുള്ള ഈ സോണിൽ മാർക്കറ്റിന് ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ഒരു മാർക്കറ്റ് ബയേഴ്സിനെ ഇതിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 25,690 എന്നുള്ള സോണിൽ നമുക്ക് ആ ഒരു ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. ആ ഒരു ഏരിയയും മാർക്കറ്റ് കടന്നു വന്നാൽ പിന്നെ ഉള്ളത് 25,450. ആദ്യ ഘട്ട നിലയിലാണ് നമ്മൾ എന്താണ് മാർക്കറ്റിൽ ഡൗൺ സൈഡ് വന്നാൽ ഏതൊക്കെ റേഞ്ചിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ സംസാരിച്ചത്. ഇനി മാർക്കറ്റ് അപ്സൈഡ് പോകുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സോൺ എന്ന് പറഞ്ഞാൽ 26,000 എന്ന് പറയുന്നത് പ്രോബബിളി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടേണ്ട ഒരു ഏരിയ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. 26,000ലേക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു ഏരിയയിൽ 1, 2, 3 തവണ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടാണ്. അവിടെ സ്ട്രെങ്ത്തോടെ തന്നെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ട ഏരിയയാണ്. നിങ്ങളിവിടെ കണ്ട ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ 26,000 നിന്ന് മോസ്റ്റ്ലി ഡൗൺ സൈഡ് വന്ന് 24,330 വരെ മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്ത ഒരു ഏരിയയാണിത്. ഈ ഏരിയയിൽ മാർക്കറ്റിൻ്റെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുക എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. അതിന് ഈ ഏരിയ കടന്നു കിട്ടുകയാണെങ്കിൽ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സോൺ എന്ന് പറയുന്നത് 26,282 ആണ്. ഓക്കെ, എന്തായാലും നമ്മൾ കൂടുതൽ അപ്പർ ലെവൽസ് നമുക്ക് ചർച്ച ചെയ്യേണ്ട. മാർക്കറ്റ് എന്തായാലും ഒന്ന് അപ്സൈഡ് പോട്ടെ. ശേഷം മാർക്കറ്റ് അപ്സൈഡ് പോകുവാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തത് ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റി ലെവൽസും കൂടെ നോക്കിയ ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറിയാം, ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെയൊക്കെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടെയൊക്കെ ഒരു പ്രൈസ് ആക്ഷൻ ക്ലിയർലി വിസിബിൾ ആണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടെയൊക്കെ പ്രൈസ് ആക്ഷൻ നമുക്ക് വിസിബിൾ ആണ് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുന്നത് 58, ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 58,615 അല്ലെങ്കിൽ 620 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ബാങ്ക് നിഫ്റ്റി നോക്കുന്നത് അല്ലേ. ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 58,620 മുകളിൽ ഒരു ഹയർ സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ബാങ്ക് നിഫ്റ്റി പോലും ഒരു ഹയർ ഹൈ തരാനുള്ള ഫോർമേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, ഈ ഒരു ചെറിയ ഈ സോൺ വേണല്ലേ, ഈ ഒരു ചെറിയ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പോലും മാർക്കറ്റ് തിരിച്ച് സ്ട്രെങ്ത്തോടെ തിരിച്ച് കയറി. ബയേഴ്സിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. ആൻഡ് മൈന്യൂട്ട്ലി നമ്മൾ ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ
നമുക്കിവിടെ അറിയാം ഈ ഒരു ഏരിയ 58,600 ഈ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള ഈ ഏരിയയിൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ആൻഡ് മൈനർ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 58,000 എന്നുള്ള ഈ സോണ് മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 58,000 നമുക്കൊന്ന് സ്പെസിഫിക്കലി വാച്ച് ചെയ്യാം. ഈ ഏരിയ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വീണ്ടും അപ്പർ സൈഡിലേക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 57,590 ഈ സോൺസ് ആയിരിക്കും എൻ്റെ ഫോക്കസ്. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. ആൻഡ് ആ സ്റ്റോക്സ് കുറച്ച് റിസൾട്ടുകളും ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പരിശോധിക്കാം. ആൻഡ് ഇന്ന് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഓയിൽ ഇന്ത്യ, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ബ്രെയിൻ ബീസ് സൊല്യൂഷൻ, ഫസ്റ്റ് ക്രൈ, മാരിക്കോ, നാറ്റ്കോ ഫാർമ, ഓൾ കാർഗ ലോജിസ്റ്റിക്സ്, അശോക ബിൽക്കോൺ, കരാരോ ഇന്ത്യ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, അങ്ങനെ തുടങ്ങി പല സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നാരായണ ഹൃദയാലയ, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സൺ ടി വി നെറ്റ്വർക്ക്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇങ്ങനെ കുറച്ചധികം സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ടോട്ടലി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിന്ന്. ഓക്കെ, പ്രധാനപ്പെട്ട GMDCയിലും വരുന്നുണ്ട്. അപ്പോൾ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആണ്. ലോ സ്റ്റാൻഡ്സ് 867 crores ആണ്. ബട്ട് റവന്യൂവിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. കിയ മോട്ടോർ കോപ്പിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, റവന്യൂവിൽ ഇൻക്രീസ് ഉണ്ട്. ആൻഡ് ബോർഡ് അപ്രൂവ്സ് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 170 crore ഫോർ സെറ്റിംഗ് അപ്പ് ഗ്ലോബൽ പാർട്സ് സെന്റർ. അത് തിരുപ്പതി ആന്ധ്രാപ്രദേശിൽ തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കറിയാം. തിരുപ്പതി വളരെ ഫേമസ് ആയാണ്, അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു 170 കോടിയുടെ ഗ്ലോബൽ പാർട്സ് സെന്റർ ഹീറോ മോട്ടോകോപ്സിന്റെ കീഴിൽ വരാൻ പോവുകയാണ്. അപ്പോൾ നല്ല ഡെവലപ്മെന്റ്സ് ഹീറോ മോട്ടോകോപ്പിൽ നിലവിലുണ്ട്. ആൻഡ് LG ഇലക്ട്രോണിക്സിന്റെ ആണെങ്കിൽ പ്രോഫിറ്റിൽ സൈഡിൽ ഉള്ള ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. 535 കോടിയിൽ നിന്ന് 389 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്വാർട്ടറുകളിൽ അവരത് ക്ലിയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് റവന്യൂവിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോളോ ടൈൽസിലാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്, 297 to 258 crores. ബട്ട് റവന്യൂവിൽ ഇതുണ്ട്. ഓക്കെ, സൊനാറ്റ സോഫ്റ്റ്വെയറിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും റവന്യൂവിൽ സ്ലൈറ്റ്ലി ഉള്ളൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ലിമിറ്റഡ്, ഇന്നലെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് റവന്യൂവിലും ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, 96 കോടിയിൽ നിന്ന് 110 കോടിയിലേക്കാണ് മാറിയത്. PG ഇലക്ട്രോപ്ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിലും ചെറിയ മാറ്റങ്ങളുണ്ട്. പ്രോഫിറ്റ് ഡൗൺ സൈഡാണ്, റവന്യൂ ഡൗൺ സൈഡാണ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാരത് ഡൈനാമിക്സ് ആണ്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓർക്ല ഇന്ത്യ പുതിയ IPO എന്ന സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ഓർക്ല ഇന്ത്യ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ കമ്പനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഫണ്ടമെന്റൽസ് നോക്കിയിട്ട് ഓർക്ല ഇന്ത്യയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. വിശാൽ മെഗാമാർട്ട് VMM, അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 104 കോടിയിൽ നിന്ന് 152 കോടിയിലേക്കും ഒരു നല്ല കമ്പനിയാണ് വിശാൽ മെഗാമാർട്ട് എന്ന് പറയുന്നത്. ഒരുപാട് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ റിസൾട്ടും കൂടെ ബെറ്റർ ആയ സ്ഥിതിക്ക് നമുക്ക് ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് വിശാൽ മെഗാമാർട്ടിൽ നമുക്ക് നോക്കാം. മുത്തൂറ്റ് ഫിനാൻസ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സൂം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ശേഷം ഡോളർ ഇൻഡസ്ട്രീസിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട്. ദിലീപ് ബെൽക്കോണിലാണെങ്കിൽ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. 235 കോടിയിൽ നിന്ന് 151 കോടി. ആൻഡ് റവന്യൂവിലും ചെറിയ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടെഗ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ശേഷമുള്ളത് KRBL ആണ്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ജമ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സോ KRBLും നമുക്ക് പോസിറ്റീവ് റിസൾട്ടുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ആൻഡ് നെഗറ്റീവ് റിസൾട്ട് വന്നതുകൊണ്ട് നമ്മൾ അതിനൊരിക്കലും ട്രേഡിംഗ് എടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഞാൻ കുറച്ചും കൂടെയൊക്കെ ഒരു ടെക്നിക്കലി നമുക്ക് ബുള്ളിഷ് ആണെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഒരു നെഗറ്റീവ് റിസൾട്ടുള്ള കമ്പനികളിൽ നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുള്ളൂ. ശേഷം ഒരു വലിയ ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ എൻറ്റിറ്റി സാജിലിറ്റി എന്ന് പറയുന്ന സ്റ്റോക്കിൽ പ്രൊമോട്ടർ എൻറ്റിറ്റി 16.4% സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നതായിട്ട് ഒരു ന്യൂസ് ഉണ്ട്, ബ്ലോക്ക് ഡീലായിട്ട്, വിത്ത് എ ഫ്ലോർ പ്രൈസ് ഓഫ് 46.4 per share. സോ അതൊരു പ്രധാനപ്പെട്ട ന്യൂസാണ്. സാജിലിറ്റിയിലെ പ്രൊമോട്ടർ 16.4% സ്റ്റേക്ക് സെല്ല് ചെയ്യണം, എന്തായാലും ഒരു വലിയ ന്യൂസാണ്. സോ കീപ്പ് ഇൻ വാച്ച്. ഓക്കെ, പിന്നെ സൈഡസ് ലൈഫ് സയൻസിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ USFDA യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രീ അപ്രൂവൽ ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവർ കൂടുതൽ ന്യൂസസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അത് ഇൻസ്പെക്ഷൻ നോർമലി നടക്കുന്നതാണ്. 2 ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഒബ്സർവേഷൻ ചെയ്തതെന്ന് പറയുന്നത്. സോ അത് അവർ ക്ലിയർ ആക്കും. ആൻഡ് അഡീഷണലി സൈഡസിന് ഒരു പുതിയൊരു അപ്രൂവൽ ഇട്ടിട്ടുണ്ട്. അതായത് ഡാരോക്സിമൽ ഫ്യൂമറേറ്റ് എന്ന് പറയുന്ന ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലും കിട്ടിയിട്ടുണ്ട്. ഫൈനൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട NBCC ആണ്. അവർക്കൊരു പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് 340 കോടിയുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിറ്റ് phase 1 വർക്കിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് NBCCക്ക്. ശേഷം പിന്നെ
നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. അവർ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 1200 കോടി ഏകദേശം വരുന്ന പ്രൊജക്റ്റാണ്. 2.09 ലാക്ക് സ്ക്വയർ ഫീറ്റിലാണ് ആ പ്രൊജക്റ്റ് നടക്കാൻ പോകുന്നത്. പിന്നെ CESCയിലാണ് ഒരു ന്യൂസ് ഉള്ളത്. അവർക്കൊരു പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഒഡീഷയിൽ നിന്നാണ്. ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി 3 GW സോളാർ സെൽ കപ്പാസിറ്റി ഉള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി നിർമ്മിക്കാനുള്ളതാണ്. ബട്ട് അത് മാത്രമല്ല, അതിൻ്റെ അഡ്വാൻസ്ഡ് കെമിസ്ട്രി ബാറ്ററി സെൽ പാക്ക് യൂണിറ്റും അഡ്വാൻസ് സോളാർ കമ്പോണൻസും ഒക്കെ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് ഒഡീഷയിൽ നിർമ്മിക്കാനായിട്ടുള്ളൊരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. സോ അതും പോസിറ്റീവ് ന്യൂസാണ്. ഓക്കെ. പിന്നെ BDL 2095 കോടിയുടെ ഒരു ഓർഡർ ഡിഫൻസുമായിട്ട് മിനിസ്റ്റർ ഡിഫൻസുമായിട്ട് ചേർന്നിട്ട് ആയിട്ടുണ്ട്. ആൻറ്റി ടാങ്ക് മിസൈൽസ് നിർമ്മിക്കാനുള്ള ഒരു ഓർഡറാണ് ഭാരത് ഡൈനാമിക്സിന് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം പാകിസ്ഥാനുമായിട്ടുള്ള ടെൻഷനൊക്കെ നമുക്ക് നിലവിലുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡിഫൻസ് സെക്ടറുകളിലേക്ക് കൂടുതൽ ഫോക്കസ് വരുന്ന ഒരു 10-15 കൊല്ലത്തേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിലോട്ട് ഫണ്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ. അപ്പം ഇത്രയും ഡീൽസാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. സോ ബീഹാർ ഇലക്ഷൻ കൂടെ ആയതുകൊണ്ട് ഇന്ന് ടോട്ടലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. റിസൾട്ടും കൂടെ വരെയല്ലേ. അപ്പം നമുക്ക് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ലൈവ്ലി നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ബെസ്റ്റ് വേ. സോ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് സെഷനുമായിട്ട് കാണാം. താങ്ക് യു.